VIP ലോഞ്ച്, 500-ലധികം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാൾ, വിശാലമായ ആംഫി തിയേറ്റർ, 200-ലധികം വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ, 300-ഓളം സീറ്റുകളുള്ള റോയൽ ഗസിബോ, 7 ലക്ഷറി സ്യൂട്ട് റൂംസും. Contact now for booking. സാമൂഹ്യക്ഷേമ പെൻഷൻ വൈകിയെന്നാരോപിച്ചുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP രാമദാസ് പറഞ്ഞു. പ്രസിഡന്റിന്റെ പ്രതികരണത്തിലേക്ക്. കൊപ്പം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യാതൊരുവിധ വസ്തുതയുമില്ല. 26-ാം തീയതി 4:30 മണിക്ക് ശേഷമാണ് പെൻഷൻ ട്രഷറിയിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. 10,130 ഗുണഭോക്താക്കൾക്കായി 1,93,27,200 രൂപയാണ് പെൻഷൻ വിതരണത്തിന് ബാങ്കിന് ലഭിക്കുന്നത്. ഈ സംഖ്യ ക്രെഡിറ്റിലെ വരവ് വന്നതിന് ശേഷം ചെക്ക് എഴുതി ട്രഷറിയിൽ കൊടുത്ത് ബാങ്കിൽ നിന്നാണ് ഈ സംഖ്യ നമുക്ക് ലഭിക്കുന്നത്. 4:30-ക്ക് ക്രെഡിറ്റായ സംഖ്യ 3:30 മണി വരെ മാത്രം ഇടപാട് നടത്തുന്ന ട്രഷറിയിൽ നിന്നും ബാങ്കിൽ നിന്നും അന്നേ ദിവസം ലഭിക്കുക സാധ്യമല്ലല്ലോ. അതാണ് പെൻഷൻ വിതരണം യഥാർത്ഥത്തിൽ വൈകാൻ കാരണം. അടുത്ത ദിവസമായ 2 ദിവസം അവധിയായിരുന്നു. വെള്ളിയാഴ്ച, പ്രവൃത്തി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ തന്നെ ബാങ്കിൽ നിന്നും പോയിട്ട് ട്രഷറിയിൽ നിന്ന് സംഖ്യ വാങ്ങി അതാത് ബ്രാഞ്ചുകളിൽ കൊടുത്ത് പെൻഷൻ ഏജന്റുമാർ മുഖാന്തരം ഈ പെൻഷൻ വിതരണം നടത്തുന്നതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ സുതാര്യമായും കാര്യക്ഷമമായിട്ടും ഈ പെൻഷൻ വിതരണം കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് നടത്തി വരാറുണ്ട്. അവധി ദിവസങ്ങളിൽ മുൻകൂട്ടി സർക്കാരിൽ നിന്നും ട്രഷറിയിലെ സംഖ്യ ലഭിക്കുന്നത് കൊണ്ടാണ് ഉത്സവ സീസണിലടക്കം മുൻകൂറായിട്ട് പെൻഷൻ നൽകാൻ വേണ്ടി കഴിയുന്നത്. ഇത് മാത്രമല്ല, 6 കോടിയിലധികം രൂപ നെൽകൃഷിക്കാർക്ക് നെല്ല് സംഭരണത്തിന്റെ PRS വായ്പയായിട്ട് ബാങ്കിൽ നിന്നും നൽകിയിട്ടുണ്ട്. 50 കോടി രൂപ പെൻഷൻ കൺസോർഷ്യത്തിലേക്ക് ബാങ്ക് നൽകിയത് കൊണ്ടാണ് ഈ മാസത്തെ പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിയുന്നത്. പെൻഷൻ കൺസോർഷ്യത്തില് വീണ്ടും ജൂൺ മാസത്തെയും ജൂലൈ മാസത്തെയും കൂടി പെൻഷൻ വിതരണത്തിലുള്ള സംഖ്യ ഇപ്പോൾ പെൻഷൻ കൺസോർഷ്യത്തില് ബാക്കി നിൽപ്പുണ്ട്. ഈ പെൻഷനുമായിട്ട് സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കുകളും സഹകരിച്ചുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ യഥാസമയം വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്.